നൗഫലുണ്ട്, അതുപോലെ തന്നെ നമ്മള് വയനാടേട്ടൻ അവര് അമ്മൂസിനെ വീട് എടുത്തോണ്ടിരിക്കുക. കണ്ടിന്യൂ. അപ്പൊ താ നൗഫല് നിങ്ങള് മാറ്റി ചോദിച്ചില്ലേ പിന്നെ തരുന്നേ നമസ്കാരം. നമ്മളോട് എല്ലാവർക്കും ഞങ്ങള് നമ്മള് അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ, അതായത് നമ്മളെ കൊടുക് ഭാഗത്തുള്ള അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വയനാടേട്ടനും അതുപോലെ തന്നെ അമ്മൂസും പൊന്നൂസും അൻഷാദും എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ആ റൂമിൽ നിന്ന് റെഡി ആയിട്ട് ഇപ്പം ഇറങ്ങിയാണ്. ഇനി നേരെ എല്ലാവരും പാടെ അങ്ങോട്ട് പോവാണ്. നമ്മളെ വയനാടേട്ടൻ്റെ വണ്ടി, നമ്മുടെ വണ്ടി എല്ലാം ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ റൂമിൽ നിന്ന് ഇപ്പം ഇറങ്ങി ഇനി നേരെ ചായ കുടിക്കും. പിന്നെ അപ്പോൾ നമ്മൾ ഉമ്മയും പോലെ നൗഫൽ എല്ലാവരും ഉണ്ട്, അവർ കുറച്ച് അപ്പുറത്തുണ്ട്. എല്ലാവരും പാടെ കൂട്ടിയിട്ട് നേരെ നമ്മൾ അങ്ങോട്ട് പോകും. ബാക്കിയുള്ള വിശേഷം നമുക്ക് അവിടെ പോയിട്ട് കാണിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ അമ്മൂസൊക്കെ നടന്നു വരുന്നുണ്ട്. അതുപോലെ ഞങ്ങളെ ഏട്ടൻ എന്ത് സുന്ദരി എന്താ ചെന്ന കുട്ടിക്ക് തട്ടിയോ? ഫോൺ തട്ടിയോ? അച്ചാടി എടുക്കണോ? ആരടിക്കണ്ട്? ബോനസ് അവിടെ കേട്ടോ. ആരടിക്കണ്ട്? ആരടിക്കണ്ട്? അച്ചോട് പറയാ. ആരെ അടിക്കണ്ട്? ഈ മാമനെ അടിക്കണോ? മാമനെ അടിക്കണോ? 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 സുന്ദരി അടിക്കണോ? സുന്ദരി എന്നാ നമുക്ക് പോവാ. ഓക്കെ ഗൈസ്, കിട പോവല്ലേ? കിട ഡ്രസ്സിന്റെ ഷർട്ട് നേരട്ടെ പോവാ. ഓക്കെ ഗൈസ്, ഇതൊക്കെ എവിടേക്ക് പോണേ? ഞാൻ പറഞ്ഞെന്തറിയോ, കൊടുക്കുന്നത് അതിന്റെ അടുത്ത് സൈചേട്ടൻ പറഞ്ഞു അവിടെ വയനാടുണ്ട്, എരുമാടുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും കൊടുക് എരുമാടാട്ടാ പോണത്. അപ്പൊ ഞങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുസരിക്കുന്നുണ്ട്. പൊന്നൂസാമ്മ എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മൾ ചായ കുടിച്ചിട്ടില്ല. അപ്പൊ ആദ്യം ഇറങ്ങി ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് നമ്മളാണ് പോകുള്ളൂ. നമ്മളെ നൗഫൽ എല്ലാവരും അപ്പുറത്തുണ്ട് കേട്ടോ. അവരെ പോയി നമുക്ക് മീറ്റ് ആക്കണം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ അവിടുന്ന് ഇരട്ടിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി നമുക്ക് അവിടെ കാണാം. പൂമ്പാറ്റകൾ, ചിത്രശലഭങ്ങൾ, കണ്ണുകള്. ഓക്കെ കേസ്. അയ്യോ, ഇങ്ങനെ ഇരുന്നിട്ടാണ് കേൾക്കുന്നത് ഗൈസ്. ഓക്കെ, നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്നത്. ഹോട്ടലിന്റെ പേരെന്താണ് പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. എന്താ പറഞ്ഞ മട്ടൻ സൂപ്പോ? മട്ടൻ സൂപ്പല്ല, ഒരു വെൽക്കം ഡ്രിങ്ക് പോലുള്ള മട്ടന്റെ എന്തോന്ന് പറഞ്ഞല്ലേ? മട്ടൻ സൂപ്പ് അല്ലേ? ഇവരുടെ ഹോട്ടൽ വരുന്നത് ഇവരുടെ ഹോട്ടലിന്റെ പേരെന്താണ്? ഹോട്ടലിന്റെ ലേക്ക് വ്യൂ റെസ്റ്റോറന്റ്. ഞങ്ങളൊരു ഗ്രീൻ ആപ്പിളും വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഫുഡ് വരട്ടിനി. ഓക്കെ ഗൈസ്, ഫസ്റ്റത്തെ ട്രൈ ഞാൻ നോക്കി നോക്കണ്ട. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ, മട്ടന്, ചിക്കന്, എല്ലാ സാധനങ്ങളും ഉണ്ട്. സംഗതി കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നമ്മളതൊന്നും വാങ്ങി, ചെറിയ 2 റൈസും വാങ്ങി. ഓക്കെ ഗൈസ്, ഞങ്ങളെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. വയനാട്ടിലെ വീടിന്റെ അടുക്കളയിൽ ഇരുന്ന് കഴിക്കണ പോലെ കഴിക്കണം. ഓക്കെ, പക്ഷെ രസമുണ്ട്. എല്ലാവരും പാടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കട്ടെ അല്ലേ? നല്ല രസം കേട്ടോ, അടിപൊളിയാണ്. ഞാൻ ഹോട്ടലിന്റെ ലൊക്കേഷൻ കറക്റ്റ് പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. സംഗതി കൊള്ളാം. അപ്പോൾ ഫുഡ് കഴിക്കൽ അത് അടിപൊളി ഹോട്ടൽ. ഇരിക്കാൻ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇവിടെ സർവീസും കാര്യങ്ങളൊക്കെ സൂപ്പർ. കണ്ണങ്ങൾ വന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. സർവീസ് കാര്യങ്ങളെല്ലാം സൂപ്പറാണ്, അടിപൊളിയാണ്. ഫുഡും കാര്യങ്ങളും എല്ലാ സംഗതി അടിപൊളിയായിട്ട് തോന്നി. ഓക്കെ, ലൊക്കേഷൻ കറക്റ്റ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഹോട്ടലിൽ കാണിച്ചു തരാം. ನಮ್ಮ ಮುಂದೆ ಇದೆ. ಖರೀದಿದಾರರಿಗೆ 500 ರೂಪಾಯಿ ಶಿವಮಾದಪ್ಪನವರು ಬಲಭಾಗ, ಎಡಭಾಗ ನಾಪೋಕ್ಲು ಬ್ಲಾಕ್ ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ಇಸ್ಮಾಯಿಲ್ ರವರು ಸ್ಕ್ರೀನ್ ಎಳೆಯುವ ಮೂಲಕ പ്രദർശനದ ആരംഭಗೊಳ್ಳಲಿದೆ. ഇതിപ്പോൾ നമ്മുടെ ഈ പരിപാടിയുടെ കേന്ദ്രബിന്ദുവായ ശിവമാദപ്പ അവരിൽ നിന്നും നാപ്പോക്ലു ബ്ലോക്ക് പ്രസിഡന്റ് ഇസ്മായിൽ റവറിൽ നിന്നും ബഹുമാനങ്ങളുടെ ലോഞ്ചിങ് കണ്ടോളൂ. ആദ്യ സമ്മാനമായ ടൊയോട്ട ഫോർച്യൂണർ സ്ക്രീൻ വലിക്കുന്നതിലൂടെ
ശിവമാധപ്പനും പ്രദർശിപ്പിക്കുന്നതാണ്. ക്യാമറക്കാർക്ക് സൗകര്യം കൊടുക്കുക. ಎರಡನೇ ಬಹುಮಾನವಾಗಿರುವಂತಹ RROX ಅನ್ನು ಕೊಡಗು ಕಂಡಂತಹ ಪ್ರಖ್ಯಾತ ವಕೀಲರಾಗಿರುವಂತಹ സെക്കൻഡ് പ്രൈസ് ആണ് സെക്കൻഡ് പ്രൈസ്. തേർഡ് പ്രൈസ് മൂന്നാം സമ്മാനം പ്രദർശനത്തിന് വെക്കുകയാണ് EC കാർഗോയുടെ. 5ാം സമ്മാനം ബുള്ളറ്റ്. പരിപാടിക്ക് നമ്മൾ മാത്രമല്ല, നമ്മുടെ നൗഫലുണ്ട്, അതുപോലെ തന്നെ നമ്മളെ വയനാടേട്ടൻ അവര് അമ്മൂസിനെ വീടെടുത്തോണ്ടിരിക്കും. കണ്ടിന്യൂ. അപ്പൊ നൗഫല് നിങ്ങള് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ സ്റ്റോറിയും കാര്യങ്ങളും നോക്കുന്ന ആൾക്കാർക്ക് അറിയാം നൗഫലിന്റെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ബ്ലോഗിൽ, അതായത് ഞാൻ മല്ലിഫാമിന്റെ വീട്ടിൽ ഫസ്റ്റ് ടൈമാണ് നൗഫൽ. കാരണം നൗഫൽ ഞാനും മുന്നേ തൊട്ടേ പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളെ വീട് എടുക്കാറൊന്നുമില്ല അല്ലേ. നമ്മൾ അങ്ങനെ അറിയാം, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഡെയിലി നമ്മൾ കാണാറുണ്ട്, മീറ്റ് ആക്കാറുണ്ട്. ഉള്ള സിനിമക്കൊക്കെ നമ്മൾ ഒരുമിച്ചിട്ട്, പക്ഷേ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഒരുമിച്ചിട്ടാണ്. പക്ഷെ നൗഫലിന്റെ വീടിന്റെ ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്താണ്, കാണാറുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളിവിടെ പരിപാടിക്ക് ഞങ്ങളെല്ലാം ഒരുമിച്ചിട്ടാണ് വന്നത്. നൗഫൽ, ഞാനും, അതുപോലെ തന്നെ വയനാട് ും അതുപോലെ തന്നെ അമ്മൂസ്, നൗഫലിന്റെ വൈഫ് എല്ലാവരും ഉണ്ട്. അലി എടുത്തിട്ടുണ്ട്. അലിനൊക്കെ എനിക്ക് മുന്നേ തന്നെ അറിയാട്ടോ. പക്ഷെ കുറെ ആൾക്കാർ വിചാരം ഉണ്ടാക്കി നമ്മൾ പരിചയം ഇല്ല എന്നൊക്കെ ഉണ്ടായിരിക്കും. പരിചയം ഉണ്ട്. നിങ്ങൾ അതാ നമ്മളെ ഫസ്റ്റ് പ്രൈസിന്റെ ഫോർച്യൂണർ ഇതാ പോണു. ഓക്കെ ഓക്കെ എല്ലാം നമ്മളെ വയനാടേട്ടനുണ്ട്. ഞങ്ങൾ വന്നപ്പോ MG ആയിട്ടാ വന്നത്. ഇപ്പൊ ഞങ്ങൾ ഫോർച്യൂണർ കൊടുത്തു വിട്ടോ. ഓക്കെ ആ ഓക്കെ 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 നമ്മളെ ഇവിടെ തന്നെ ഇതിന്റെ ഒരു മെമ്പറാണ്. ഓക്കെ നമ്മളെ 7 റോക്സ്. ഓക്കെ അപ്പൊ ഇവരാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. ഇവരാണ് നടത്തുന്നത്. അപ്പൊ അതാ നമ്മള് പരിപാടിയും കാര്യമെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ആ വാവ വീണിട്ട് മുറിയായിന്ന് കിടബി കാണിച്ചു തരണത്. അപ്പൊ അമ്മ ഉണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ കയറിലൊക്കെ ഇതാ മറ്റേ നൗഫലിന്റെ വൈഫും പെങ്ങളൊക്കെ ഉണ്ട്. പെങ്ങള് മീൻസ് അളിയന്റെ പെങ്ങളല്ലേ, അളിയന്റെ പെങ്ങള്, വൈഫിന്റെ അനിയത്തി അല്ലേ. ഓക്കെ വൈഫിന്റെ അനിയത്തി എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും തിരിക്കാതെ വയനാട് ചേട്ടൻ അത് അവിടെ ഉണ്ട് വണ്ടിയിൽ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നേരെ തിരിക്കാണ് വീട്ടിലേക്ക്. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മളെ പരിപാടിയും കാര്യമെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. തിരിക്കണ മുന്നേ സമയം നോക്കി നിങ്ങൾ 6:41 സമയം. ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ തിരിക്കാൻ എപ്പോഴാണ് അവിടെ വീട്ടിലെത്താന്ന് അറിയില്ല. ഒറ്റ പോക്കാണ് നമ്മൾ നേരെ വീട്. ഓക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറണമെങ്കിൽ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ് ഇവിടെ തന്നെയാണ്. ഓക്കെ തന്നെ അമ്മൂസ് അതുപോലെ തന്നെ അല്ല ഞാൻ ടാറ്റ ചോദിച്ചില്ല, പിന്നെ തരുന്നത് അപ്പൊ അമ്മൂസിന്റെ ടാറ്റ. അപ്പൊ ഇവമോള് തന്നു എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഡാൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൗഫല് വൈഫ്, അതുപോലെ ഇത് വൈഫിന്റെ അനിയത്തിയാണ് ഇരിക്കുന്നുണ്ട്. ഓക്കെ പിന്നെ അളിയനെ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ചുമരുമ ഏത് പട്ടാളക്കാർ ഇരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കേക്കെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാം. ഫുഡ് ഓർഡർ ചെയ്യുന്നു കേട്ടോ. ഓക്കെ വന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ കാട് കയറിട്ടോ. ഓക്കെ ഇനി നമ്മൾ നേരെ നമ്മുടെ നാട്ടിലേക്കാണ്. കാട് കയറിയ സമയം 11 മണിയായി. എല്ലാ ആനേനെ എന്തിലൊക്കെ കാണുക ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ എന്നാലും നമ്മളിന്നാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോണത് നമ്മുടെ നൗഫലാണ്, ഉമ്മയുമോലെ നമ്മളെ നൗഫലാണ്. ബാക്കിൽ നമ്മുടെ വയനാടേട്ടൻ വരുന്നത് കണ്ടോ, ക്ലാസ്സിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ ഞങ്ങൾ നടുവിൽ നമ്മൾ 3 വണ്ടിന് ആകെ 3 വണ്ടിയുള്ളൂ, വേറൊരു വണ്ടിയും കാണാനില്ല. ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ് ചോദിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. 3 വണ്ടി വരിയായിട്ടുണ്ട്. ശരി കേട്ടോ. അതെ അതെ ഓക്കെ പോവാം നമുക്ക്. ഓക്കെ ഞങ്ങൾ വയനാട് ചുരത്തിൻ്റെ മേലെ ഒന്ന് നിർത്തിയിട്ട് കേട്ടോ. താഴത്തേക്ക് കണ്ടോ വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് വീഡിയോസും കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസാറും നമുക്ക് മെയിനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മളൊരു 5:30 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ എന്തായാലും ഓക്കെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് ഗൈസ്.